പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. കക്കോടി, മാവൂർ, ഫറോക്ക്, കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിൽ ആണ് ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകുക. വിവരങ്ങളുമായി തത്സമയം ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, എവിടം വരെ എത്തി ജാഥ? ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെ? എപ്പോഴാണ് കോഴിക്കോട് ജില്ല കടക്കുക? മറ്റു വിശദാംശങ്ങളിലേക്ക്. അജിംഷാദ്, ഇന്ന് നവകേരള മാർച്ച് 8ാം ദിനമാണ്. 8ാം ദിനം കോഴിക്കോട് ജില്ലയിൽ പര്യടനം പുരോഗമിക്കുന്നു. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ മാർച്ചിന്റെ പര്യടനം ഇന്ന് വൈകിട്ടോടെ സമാപിക്കുന്നു എന്നൊരു സവിശേഷത കൂടി ഇന്നുണ്ട്. ഇന്ന് 4 കേന്ദ്രങ്ങളിലാണ് സ്വീകരണമുള്ളത്. അത് കക്കോടി, മാവൂർ, ഫറൂഖ്, കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിലാണ്. അതിൽ ആദ്യ സ്വീകരണ കേന്ദ്രം എലത്തൂർ മണ്ഡലത്തിലെ കക്കോടിയിലെ സ്വീകരണം അല്പം മുമ്പ് സമാപിച്ചു. വലിയ തരത്തിൽ ആവേശകരമായ ഒരു സ്വീകരണം എന്ന് തന്നെ പറയാം. കാരണം അത്രമേൽ ജനക്കൂട്ടം അവിടെ പിണറായി വിജയനെ സ്വീകരിക്കാനും അഭിവാദ്യം അർപ്പിക്കാനുമായി ഒക്കെ ഉണ്ടായിരുന്നു. പിണറായി വിജയനെ കൂടാതെ മറ്റ് ജാഥാംഗങ്ങളും അവിടെ പ്രസംഗിച്ചു. ഏതാണ്ട് 2 മണിക്കൂറോളം യോഗം നീണ്ടുനിന്നു. വലിയ ജനക്കൂട്ടം അവിടെ പ്രസംഗം കേൾക്കാനും മറ്റും എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഉച്ചയ്ക്ക് ശേഷമാണ് മാവൂരിലും ഫറൂഖിലും തുടർന്ന് കോഴിക്കോട് ബീച്ചിലും സമ്മേളനം ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ വലിയ തോതിലുള്ള ജനക്കൂട്ടം ഈ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് ഈ കോഴിക്കോട് ജില്ലയിലും കണ്ടത്. കഴിഞ്ഞ ദിവസം കണ്ണൂരും കാസർഗോഡും ഒക്കെ ഇത്തരത്തിൽ യുവാക്കളും സ്ത്രീകളും അടക്കം വലിയൊരു ജനസഞ്ചയമാണ് ഇത്തരം സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. സമാനമായ രീതിയിൽ കോഴിക്കോടും അതേ കാഴ്ചകൾ തന്നെ കാണാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. രാവിലെ കൊയിലാണ്ടിയിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. ഇന്നലെ കൊയിലാണ്ടിയിലായിരുന്നു സമാപനം. അതിനുശേഷം കൊയിലാണ്ടിയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും സമകാലികമായ രാഷ്ട്രീയ വിഷയങ്ങളിൽ CPM-ന്റെ നിലപാട് വിശദീകരിക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് ഈ കൊയിലാണ്ടി മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക കലാകായിക മേഖലകളിലെ പ്രമുഖർ അദ്ദേഹത്തെ വന്ന് കാണുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു പേര് കായിക താരം PT ഉഷയാണ്. PT ഉഷയും ഉഷയുടെ ഭർത്താവും കായിക പരിശീലകനുമായ ശ്രീനിവാസൻ, ഒപ്പം കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി, കാർട്ടൂണിസ്റ്റ് ഗോപികൃഷ്ണൻ, ഇബ്രാഹിം വേങ്ങര, ഡോക്ടർ MR രാഘവ വാര്യർ, അങ്ങനെ നിരവധി പ്രമുഖർ, ഏതാണ്ട് 50ഓളം പ്രമുഖർ അവിടെ വന്ന് പിണറായിയെ സന്ദർശിച്ചു. ഈ നവകേരള മാർച്ചിന് പിന്തുണ അറിയിച്ചു. മാത്രമല്ല അതാത് മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ കേരളം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് പിണറായിയോട് സംസാരിച്ചു. നവകേരളം, പുതിയ കേരളം കെട്ടിപ്പടുക്കാനുള്ള പിണറായിയും CPM-ഉം ഇടതുപക്ഷവും നടത്തുന്ന ശ്രമങ്ങൾക്ക് സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ, കലാകായിക മേഖലയിലെ പ്രവർത്തകർ എന്ന നിലയ്ക്ക് തങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് അവർ അറിയിക്കുകയും ചെയ്തു. അക്കാര്യം PT ഉഷ എടുത്തു സൂചിപ്പിക്കുകയും ചെയ്തു. അവർക്കൊപ്പമായിരുന്നു ഇന്ന് ജാഥാനായകൻ പിണറായിയുടെ പ്രഭാത ഭക്ഷണവും എന്നൊരു സവിശേഷത കൂടിയുണ്ട്. ഏതായാലും അവിസ്മരണീയമായിരുന്നു അത്തരം ഒരു കൂടിക്കാഴ്ച എന്ന് തന്നെ പറയാം. ഇന്നത്തെ സ്വീകരണ കേന്ദ്രം 4ആണ്. അതിൽ 1 പൂർത്തിയായിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 3:30യോടുകൂടി കുന്നമംഗലം മണ്ഡലത്തിന്റെ ഭാഗമായ മാവൂര് ജാഥ എത്തിച്ചേരും. തുടർന്ന് ഫറൂഖിലും വൈകിട്ട് കോഴിക്കോട് ബീച്ചിലുമാണ്. 2 മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രൗഢമായ ഒരു സമ്മേളനത്തിനാണ് കോഴിക്കോട് ബീച്ച് ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അവിടെ 10,000 എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കോഴിക്കോട് ജില്ലയിലെ പര്യടനത്തിന്റെ സമാപന പരിപാടി കൂടിയാണ്.